ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. സോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പരീക്ഷ? എല്ലാവരും പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? ഈസി ആയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അത്യാവശ്യം കുഴപ്പമില്ല അല്ലെ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ എക്സാം ടഫ് ആയിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പൊ ഈ ഒരു എക്സാം എനിക്ക് ടഫ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ആരും തന്നെ എന്താവേണ്ട ആവശ്യമില്ല. ഒരു വിഷമിച്ചിരുന്ന അയ്യോ ഇനി എന്താണ് ഞങ്ങൾക്ക് ഇനി അവസരങ്ങളൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കരുത്. നമുക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ എല്ലാരും പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡിയാണോ? ഓൾ സെറ്റ്? അപ്പൊ എല്ലാരും റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് ഇടണം. റെഡിയാണോ എല്ലാവരും? എന്നാ പിന്നെ തുടങ്ങിക്കളയാ അല്ലെ? അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒന്ന് നോക്കാം. So your first question, which management concept suggests that low importance decision be handled by subordinates so that managers can focus on high importance decisions? ഇത് ഏത് ഇതിലാണ് വരുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. മാനേജ്മെന്റ് ബൈ എക്സംഷൻ, എക്സ്ക്ലൂഷണറി മാനേജ്മെന്റ്, ഇൻക്ലൂഷണറി മാനേജ്മെന്റ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. എന്താ ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തത്? എന്താ മാർക്ക് ചെയ്തത്? വിച്ച് മാനേജ്മെന്റ് കോൺസെപ്റ്റ് സജസ്റ്റ് ദാറ്റ് low importance decision be handled by subordinates so that managers can focus on high importance decisions. അതായത് നമുക്ക് ബേസിക്കലി അറിയാം, നമ്മളൊരു ബിസിനസ് യൂണിറ്റിന്റെ കൺസിഡറേഷനിലേക്ക് പോകുകയാണെങ്കിൽ പല സെക്ഷൻ അല്ലെങ്കിൽ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ആ ഒരു ബിസിനസ് എൻവിറോൺമെന്റിന്റെ നേച്ചറിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ബേസിക്കലി വരുന്ന എന്താ? അതായത് സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ്സ് അവരുടെ ഡ്യൂട്ടി നോക്കട്ടെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ്, അതുപോലെ തന്നെ വളരെ വളരെ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ. അപ്പൊ ഒരു സെപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് അവിടെ ഫോർമേഷൻ വരുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്താണെന്നാണ് ചോദിച്ചത്. എന്താ റൈറ്റ് ആൻസർ? എല്ലാവരും ഒന്ന് ആൻസർ പോസ്റ്റ് ചെയ്തേ. നിങ്ങൾ എഴുതിയ ആൻസർ എന്തുവാ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ആണ് ഇതിന്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എ പ്രോസസ് ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ജനറേറ്റ് ആൻഡ് സ്റ്റേറ്റ് ഐഡിയാസ് ബട്ട് ഇൻ വിച്ച് ദ റൂൾസ് പ്രോഹിബിറ്റ് ക്വസ്റ്റ്യനിങ്, evaluating or rejecting any idea even if they seem ridiculous is called. അതായത് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മളിപ്പോ ഒരു ബിസിനസ് സെക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ കൺസിഡറേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ക്വിക്ക് ആയിട്ടുള്ള ഓരോ തരത്തിലുള്ള അപ്രോച്ചസും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവിടെ അവരുടെ വ്യൂ പോയിന്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം റേസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പ്രസ്താവിക്കാനുമുള്ള ഒരു റൈറ്റ് നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ജനറലി നമ്മൾ എന്തായി പറയുന്നത്? ഇവിടെ ഐഡിയാസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? അവരെന്തു പറയുന്നു അല്ലെങ്കിൽ അവർ പറഞ്ഞത് അത് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണോ, അതിനെ കുറിച്ച് ഒന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. അവര് പറയുന്ന ഒരു കാര്യം വി ആർ ജസ്റ്റ് മഗ്ഗിങ് ഇറ്റ് അപ്പ് അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഇൻ ടു അക്കൗണ്ട് അല്ലെ? അതിനെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ്, നമ്മളിവിടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരുടെ വ്യൂ പോയിന്റ്, അവരുടെ കൺസേൺസ്, അതിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവർ പറയുന്ന ഐഡിയ എന്താണോ അത് ആസ് സച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക ചെയ്യുന്നത് അല്ലെ? സോ വാട്ട് ഈസ് യുവർ റൈറ്റ് ആൻസർ? എല്ലാവരും ആൻസർ മാർക്ക് ചെയ്തത് എന്താന്ന് പറയണം. എന്താ വന്നേ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. What kind of organizational structure combines a vertical chain of command with horizontal reporting requirements? What kind of organizational structure combines a vertical chain of command with horizontal reporting mechanisms? അതായത്
നമ്മളിപ്പോ പലപ്പോഴും കാണാറുണ്ട്, നമുക്ക് ഒരു ബിസിനസ് നെറ്റ്വർക്കിന്റെ മാനറിലേക്ക് കടക്കുന്ന സമയത്ത് പല ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. പല പല ഏരിയാസ് ആയിട്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ യെസ് ടഫ് ആയിരിക്കുമോ, ആവില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആവില്ല ശിവ, ഓക്കെ ആവില്ല കേട്ടോ, ആവില്ല, ഈസി തന്നെ ആയിരിക്കും. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നല്ലോണം നിങ്ങൾ ഓൾറെഡി ഒരു എക്സാമിന് പഠിച്ചു കഴിഞ്ഞു, അതിന്റെ ഒരു ബേസ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അശ്വതി, ശരിയായ ഉത്തരം മെട്രിക്സ് തന്നെയാണ് കേട്ടോ. ഗുഡ്. അതായത് നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ബിസിനസ് നെറ്റ്വർക്കിന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് പല പല തരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ മാനേഴ്സ് കാണുമല്ലോ. ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാണും, അതുപോലെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് കാണും. അപ്പൊ അതിനെയെല്ലാം ക്രോഡീകരിക്കുക, അവരുടെ ഫംഗ്ഷനെ ഒന്ന് എൻട്രി ചെയ്യാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമുക്ക് ഒരേ തട്ടിലുള്ള ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ എന്ന് പറയും. പല തട്ടിലുള്ള ആൾക്കാർ തമ്മിൽ കമാൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ they are communicating with each other. അതിനെ എന്തായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് വെർട്ടിക്കൽ. ശ്രദ്ധിക്കുക, ഈ വാക്കുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഹൊറിസോണ്ടൽ, ഒരേ തട്ടിലുള്ള ആൾക്കാര്, രണ്ട് തട്ടിലുള്ള ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് വെർട്ടിക്കൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ആൻ ഓർഗനൈസേഷൻ, എല്ലാവരും എന്താ ആൻസർ മാർക്ക് ചെയ്തേന്ന് പറയണം. ഇൻ ആൻ ഓർഗനൈസേഷൻ the manager once determines policy, programs and limitations for action, and the entire process is entrusting to the subordinates for execution, then the leadership style is called. എന്താണ് ആൻസർ മാർക്ക് ചെയ്തത്? എല്ലാവരും പറയാ. ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവിടെ മാനേജർ എന്ത് ചെയ്യുന്നു, ഒരു പോളിസി ഡിറ്റർമൈൻ ചെയ്തു, programs, limitations for action, and the entire process is entrusting to the subordinates for execution. ഇഷ്ടപ്പെട്ട പോലെ പ്രവർത്തിക്കാം, അതായത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒരു മാനേജർ എന്ത് ചെയ്യുന്നു, ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യണു, ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞൊരു പോളിസി അല്ലെ പ്രോഗ്രാം കൊടുക്കണു. സബോർഡിനേറ്റ്സിനോട് പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ യു ക്യാൻ വർക്ക്. അപ്പൊ ഒരു ഫ്രീഡം ഉണ്ട് അല്ലെ സബോർഡിനേറ്റ്സിന്. ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ആ ടാസ്ക് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അല്ലാതെ ഇന്ന രീതിയിൽ തന്നെ പോകണം അല്ലെങ്കിൽ ഇന്ന പാറ്റേണേ പാടുള്ളൂ, അങ്ങനെ എവിടെയില്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്, ലേസസ് ഫെയർ ആണ് വരിക. അശ്വതി വീണ്ടും കറക്റ്റ് ആയിട്ടോ. ഗുഡ്. അശ്വതിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അശ്വതി? ഈസി ആയിരുന്നോ അശ്വതി? കുഴപ്പമില്ല. ഓക്കെ, ശരി. എന്തായാലും റൈറ്റ് ആൻസർ ആണ്, ഓപ്ഷൻ സി തന്നെയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫങ്ഷണൽ മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓപ്ഷൻ എ ഫോർ എ സിംഗിൾ ഏരിയ ഓഫ് ആക്ടിവിറ്റി ടു ദ അപ്പർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്, for complex organizational sub-units, for obtaining copyrights and patents for newly developed process and equipments. എന്താ വരുന്നത്? എന്താ റൈറ്റ് ആൻസർ? ഒരു ഫങ്ഷണൽ മാനേജർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഓരോ പെർട്ടിക്കുലർ ഏരിയകളിലുമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. യെസ്, എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? എല്ലാവരും ആൻസർ പറയുക. നിങ്ങൾ എന്താ ആൻസർ പോസ്റ്റ് ചെയ്തേച്ചാ എല്ലാവരും പറയാ. അതുപോലെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ അമർത്തുക, എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അശ്വതി ശരിയാണല്ലോ, ഓപ്ഷൻ എ തന്നെയാണ് ശരിയായ ഉത്തരം. ഫോർ എ സിംഗിൾ ഏരിയ ഓഫ് ആക്ടിവിറ്റി ആണ് കേട്ടോ. ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ, ആ ഒരു പെർട്ടിക്കുലർ ഏരിയന്റെ ഫംഗ്ഷൻ മാത്രമായിരിക്കും അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് ഉള്ളത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇത് നിങ്ങൾക്ക് നിരന്തരമായി ചോദ്യമായി വന്നിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആസ് പെർ ദ ഫോളോയിങ്. നിങ്ങൾക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, അത് 30 ആണ് തന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, 15 ആണ് തന്നിട്ടുള്ളത്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, 45,000 ആണ് തന്നിരിക്കുന്നത്. ആൻഡ് എത്ര തന്നിരിക്കുന്നത്? പ്രൊഡ്യൂസ്ഡ് 25,000 യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എ 1000, ബി 2000, സി 3000 ആൻഡ് 3200 ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇവിടെ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? എന്താ ഫോർമുല? യെസ്, ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ
ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷൻ ആണ് വരുന്നത്. അതായത് ഞാൻ ഒരു 1000 രൂപ ചെലവാക്കി ഒരു ബിസിനസ് കമ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 1000 രൂപ തന്നെ എനിക്ക് ലാഭമുള്ളൂ. അതായത് മൈ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു മൈ ടോട്ടൽ കോസ്റ്റ് അല്ലെ? 1000 രൂപ ദാറ്റ് ഇസ് മൈ വരുമാനം. ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ടോട്ടൽ റവന്യൂ. ഞാൻ ഇൻകർ ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് what is it? അതും എത്ര തന്നെയാണ്? 1000 തന്നെയാണ്. 1000 രൂപ ഇട്ടു, 1000 രൂപ തന്നെ കിട്ടും. ദാറ്റ് ഇസ് ബ്രേക്ക് ഈവൻ. വേണമെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. വി ക്യാൻ ജസ്റ്റ് ഷട്ട് ഡൗൺ a business, leave the market. Okay. So എന്താ ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ്? ഫോർമുല എന്താ? ഫോർമുല is fixed cost by selling cost minus variable cost. Fixed cost by selling cost minus variable cost ആണ്. So the fixed cost കട്ട് ഓഫ് ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് എക്സാം ടഫ് ആയിരുന്നത് കൊണ്ട് ഒരുപാട് പേര് ടഫ്, ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ ഞങ്ങളോട് പറഞ്ഞത് ടഫ് ആണെന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിൽ കട്ട് ഓഫ് ഒന്നും ഉയരാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും ലിസ്റ്റിൽ ഉണ്ടാവും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 45,000 ആണ്. ഇനി നിങ്ങൾക്ക് സെല്ലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 30 ആണ്. മൈനസ് ഇവിടെ വേരിയബിൾ കോസ്റ്റ് 15 ആണ് വരുന്നത്. സോ 45,000 ഡിവൈഡഡ് ബൈ 15 ആണ് വരിക. 15 into 3 എന്ന് പറഞ്ഞാൽ 45 ആണ്. സോ ദ ആൻസർ വിൽ ബി 3,000. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ശ്രദ്ധിച്ചേ, എങ്ങനെയാ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 45,000 by 30 minus 15 ആണ് വരുന്നത്. സോ 45,000 ഡിവൈഡഡ് ബൈ 15 ആൻഡ് വിച്ച് വിൽ ഗിവ് യു ദ ആൻസർ 3,000 ആണ് വരുന്നത്. എഴുതിയോ ആരെങ്കിലും? അത് ശരിയാക്കിയോ? അശ്വതി, ബിനു, ശിവ, ശരിയാക്കിയോ നിങ്ങളത്? എല്ലാവരും പറയണം. നിങ്ങളിത് കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് കിട്ടുമോ എന്ന് പറഞ്ഞ് ഇനി നിങ്ങളെ വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? മറ്റൊരു എക്സാം വരുന്നുണ്ട് അല്ലെ? ഇല്ലേ? ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ അതിന്റെ ഒക്കെ കോഴ്സ് നമ്മൾ ക്രാഷ് കോഴ്സ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കേട്ടോ. സോ താഴെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്പർ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പൊ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കുറച്ചുകൂടെ അവർ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് പഠിച്ചാൽ മതി. വേറെ ഒന്നുമില്ല, ഓൾറെഡി സെറ്റ് ആണ്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പ്ലഡ് ചെയ്താൽ മതി, നത്തിങ് എൽസ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. That the authority rests solely with the management with no right to anyone to challenge. It is the basis of the pluralist approach, system approach, unitary approach, social action approach. എന്താണ് എഴുതിയത് ആൻസർ? എല്ലാവരും ആൻസർ പറയാ. അതായത് that the authority rests solely with the management. മാനേജ്മെന്റിന്റെ കയ്യിൽ മാത്രമാണ്. അതായത് ഒരു ബിസിനസ് നെറ്റ്വർക്ക് ഉണ്ട്. ആ ബിസിനസ് നെറ്റ്വർക്കില് വെറും മാനേജ്മെന്റിന്റെ കയ്യിൽ മാത്രം കാര്യങ്ങൾ ഇരിക്കുന്നത്. താഴത്തേക്കുള്ള ഒരു സബോർഡിനേറ്റ്സിന്റെ കീഴിലും അല്ലെങ്കിൽ താഴെയുള്ള മുകളിലോ അല്ലെങ്കിൽ താഴെയോ മീഡിയേറ്റ് ലെവലിലോ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലും യാതൊരു പവറും എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. എല്ലാം തന്നെ ആരുടെ കയ്യിലാ? മാനേജ്മെന്റിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ അത് എന്ത് തരത്തിലുള്ള അപ്രോച്ചാ? എല്ലാവരും ആൻസർ പറഞ്ഞേ. എന്താ എഴുതിയത് നിങ്ങള്? എന്താ എഴുതിയത്? ഇത് ഒരുപാട് തരത്തിലുള്ള ഒരു ബിസിനസ് യൂണിറ്റില് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതെളിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താ അതിന്റെ റൈറ്റ് ആൻസർ? എല്ലാവരും പറഞ്ഞേ, എന്താ റൈറ്റ് ആൻസർ? ഓപ്ഷൻ അശ്വതിക്ക് എന്താ എഴുതിയത്? എന്താ എഴുതിയത്? ബിനു എന്താ എഴുതിയത്? ശിവ എന്താ എഴുതിയത്? എല്ലാവരും ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. യൂണിറ്ററി അപ്രോച്ച് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. During the selection process, while the candidate is being evaluated, the candidate too tries to evaluate the company and its culture apart from the job and comes to about suitability of the organization. This means that only qualified candidate will make it to the next stage of the employment
employment process. During the selection process, candidates should not be allowed to have contact with the existing employees of the organization. The selection process also involves selling the organizations to the candidate. Suitable candidates are often rejected. During the selection process, while the candidate is being evaluated, the candidate too tries to evaluate the company and its culture apart from the job and comes to about suitability of the organization. പലപ്പോഴും നമ്മളെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് അല്ലെ, നമ്മളെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഓണ്ടർപ്രീനേഴ്സ്. പക്ഷേ നമ്മളും എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഇൻഡസ്ട്രീന്റെ നേച്ചർ നോക്കാറുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ, നമ്മൾ നോക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ മാത്രം എടുക്കാനാണോ? സെലക്ഷൻ പ്രോസസ് കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഹാവ് കോണ്ടന്റ്. നോ, the selection process also involves selling the organization to the candidate. അല്ലെ, നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇന്ന ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന ഫേമിലാണോ വർക്ക് ചെയ്യുന്നത്? വാവ്, സൂപ്പർ. അപ്പൊ അത്രയും നിനക്ക് അത്രയും കാലിബർ ഉള്ളത് കൊണ്ടാണ് യു ഗോട്ട് ദാറ്റ് പ്ലേസ്മെന്റ്. അപ്പൊ നമുക്കും എന്താ കുറച്ചുകൂടെ ഒരു പ്രൈം വാല്യൂ വരികയാണ് ചെയ്യുന്നത് അല്ലെ, ബിക്കോസ് നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് വി ഗോട്ട് പ്ലേസ്മെന്റ് ഓവർ ദർ, റൈറ്റ്? ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പൊ എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ചൂസി ആകുന്നത് അല്ലെ. അതായത് ഇന്ന പെർട്ടിക്കുലർ ഏരിയയിലാണ് അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ ഓർഗനൈസേഷനിലാണ് ഐ ആം വർക്കിംഗ്. അപ്പൊ അതെന്തിനാ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാവുന്നത്? വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു ഓപ്ഷന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇനിയും എന്തുണ്ട്, മുന്നോട്ടേക്ക് പോണം. ഈ ഫേമിൽ തന്നെ നമ്മൾ നിൽക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഇനിയും പ്രോസ്പെരിറ്റിയിലേക്ക് പോവാ. അപ്പൊ അതിന് നമുക്ക് ഇന്ന പെർട്ടിക്കുലർ ഫേമിന്റെ ക്വാളിറ്റി നോക്കിയേ മതിയാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ്, എന്താണ് ആൻസർ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാം എന്തായാലും കിട്ടും. ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അത് എല്ലാവർക്കും ടഫാണ്. ആ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അത് എല്ലാവർക്കും ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അവർക്കും മാർക്ക് കുറയും. എല്ലാവർക്കും ടഫ് അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറയും, എല്ലാവർക്കും ജോലി ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ടെൻഷനെ മനസ്സിന് റിമൂവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമ്പോണന്റ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റിംഗ് എ ഫേംസ് ഹയർ ലെവൽ ഗോൾസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ ആൻഡ് ദെൻ ട്രാൻസ്ലേറ്റിംഗ് ദം ഇൻ ടു ഡിപ്പാർട്ട്മെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ്? ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് ഒരു പെർട്ടിക്കുലർ ബിസിനസ് സെക്ടർ ഉണ്ടെങ്കിൽ ആ ബിസിനസ് സെക്ടറിൽ ഒരു പെർട്ടിക്കുലർ ഫേം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, കുറെ ഗോൾസ് എന്ന് പറയുന്നത് എന്താണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോൾസ് എന്ത് ചെയ്യാണ്, അവർ പല ഡിപ്പാർട്ട്മെന്റിലേക്കും പല ഇൻഡിവിജ്വൽസിലേക്കും എന്ത് ചെയ്യാണ്, ദേ ആർ ജസ്റ്റ് സ്പ്രെഡിങ് ഇറ്റ് ഓഫ്. അതിനെ എന്തായിട്ടാ വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ റൈറ്റ് ആൻസർ? എല്ലാവരും ആൻസർ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്താ എഴുതിയത് നോക്കട്ടെ. എന്താ എഴുതിയത്? ആരും ഒന്നും പറയുന്നില്ല. അത്രയ്ക്ക് ടഫായിരുന്നോ എക്സാം? അത്രയ്ക്ക് ടഫായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ടഫാണെങ്കിൽ കട്ട് ഓഫ് കുറയും. സോ അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഗോൾ അലൈൻമെന്റ് ആണ് അല്ലെ. നമുക്ക് ഓരോ ബിസിനസ് ഫേമിന്റെയും കണ്ടീഷൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ബിസിനസ് ഫേംസിന് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഗോള്, സ്കീം, മെക്കാനിസംസ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ ഗോൾസിനെ അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, പല പല സെക്ടേഴ്സിലേക്കും അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ദേ ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ്, റൈറ്റ്? അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ വാട്ട് വി കോൾ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ജനറലി കോൾഡ് ആസ് ഗോൾ അലൈൻമെന്റ്. ഗോൾ അലൈൻ ചെയ്ത് കൊടുക്കല്ലേ ചെയ്യുന്നത്. ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇത്രയാണ് നിങ്ങളുടെ ഗോൾ, ഐ മീൻ ടാർഗറ്റ് ഇത്രയാണ്. ഇന്ന ഡിപ്പാർട്ട്മെന്റ് യുവർ ടാർഗറ്റ് ഇസ് ദിസ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് യുവർ ടാർഗറ്റ് ഇസ് ദിസ്. സോ വി ആർ മേക്കിംഗ് ആക്ച്വലി എ alignment process or a restructuring. Moving on to the next question. ഇത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയണം കേട്ടോ നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A process theory of motivation is most likely to focus on frustration, regression, expectancies regarding work outcomes, lower order needs,
higher order needs. A process theory of motivation is most likely to focus on. എന്താ റൈറ്റ് ആൻസർ വരിക? യെസ്, പ്രോസസ് തിയറി. ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ പലതരത്തിലുള്ള മോട്ടിവേഷൻ തിയറീസ് ഒക്കെ ഉണ്ട് അല്ലെ. ആ മോട്ടിവേഷൻ തിയറിയിൽ നമ്മൾ പ്ലഡ്ജ് ചെയ്യാണ്. എന്താണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്രോസസ്. നിങ്ങൾ യു ഹാവ് ടു ഗോ ഫോർ ദിസ് അപ്രോച്ച്, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് മാനർ. വെൻ യു ഗോ ഫോർ ദിസ് മാനർ, ഓൾ ഓഫ് എ സഡൻ പ്രൊഡക്ടിവിറ്റി വിൽ ഇൻക്രീസ്. നിങ്ങൾ ഇന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യൂ. സപ്പോസ് ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗിൽ നമ്മൾ വളരെ വീക്ക് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അഡ്വൈസ് കിട്ടുന്നു, ജസ്റ്റ് അഡോപ്റ്റ് ദിസ് മാനർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അന്ന മാനറിൽ പോയി നോക്കുന്നു. ഓൾ ഓഫ് എ സഡൻ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ് ആയി. സോ നമ്മളോട് പറയാ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറയോ, നിങ്ങളെ കൊണ്ട് ഒന്നും കൊള്ളില്ല, അത് ഒട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല, നിങ്ങളെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വർക്ക് ചെയ്യാൻ നിൽക്കോ? ഇല്ല അല്ലെ. നേരെ മറിച്ച് നിങ്ങൾ അന്ന് ചെയ്ത ആ സ്ട്രാറ്റജി ഇല്ലേ, ദാറ്റ് വാസ് ഗുഡ്, ഓക്കെ, സോ ജസ്റ്റ് അഡോപ്റ്റ് ദാറ്റ് സ്ട്രാറ്റജി വൺസ് അഗെയിൻ. അപ്പൊ നമുക്കും ഒരു ഇൻട്രസ്റ്റ്, വാവ് അന്നത്തത് ഗുഡാന്ന് പറഞ്ഞു. ആൻഡ് ഇൻഡിവിജ്വൽസ് ആർ നോർമലി ഹാവിംഗ് എ ടെൻഡൻസി, എന്താണ്? they always have a tendency to get motivated at all times. Okay, എപ്പോഴും നമുക്ക് മോട്ടിവേഷൻ കുറയുന്നു എന്നുള്ള ഞങ്ങളെ കാൻഡിഡേറ്റ്സ് ഞങ്ങളോട് പറയാറുണ്ട്, മോട്ടിവേഷൻ തരും മിസ്സേ, മോട്ടിവേഷൻ തരും. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതിനൊരു റോൾ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് സെക്ടറിന്റെ ഏരിയയിലേക്ക് വരുമ്പോ അതിനും എന്തുണ്ട്? റൂൾ ഉണ്ട്. There is a factor, or there is a concern which normally leads to the motivating factor. So what is related with this? Option B is your right answer. Expectancies regarding work outcomes. അല്ലെ, അതായത് നിങ്ങൾ ഇന്ന വർക്ക് ചെയ്യൂ, we have an expectation from you എന്ന് നമ്മൾ പറയൂ അല്ലെ. That's it, nothing else. Moving on to the next question. Liquidity risk increases whenever interest rate increases. Risk associated with the secondary market transactions is lower for small OT, over the counter exchange of India stocks, than for large NSE stocks. That's the risk that investment bankers normally face. Liquidity risk എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും പറയാം. എന്താ നിങ്ങൾ ആൻസർ എഴുതിയത്? എന്താ ലിക്വിഡിറ്റി റിസ്ക്? നമ്മളുടെ ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിസ്ക് ആണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആൻഡ് ഇറ്റ് ഇസ് ദ റിസ്ക് വിച്ച് ഇസ് നോർമലി റിലേറ്റഡ് വിത്ത് ദ സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്. കാരണം നമ്മൾ ഇപ്പൊ എന്താ വെച്ചാൽ പലതരത്തിലുള്ള ട്രേഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മൾ മാർക്കറ്റ്സിൽ അഡോപ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ടെൻഡൻസീസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പർച്ചേസിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് അസറ്റ്സ് വരും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ് ട്രാൻസാക്ഷൻസ് മാർക്കറ്റ്സിലേക്ക് നടത്താൻ വേണ്ടി വരുക. പക്ഷെ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസുമായിട്ട് നമ്മളുമായിട്ട് ഇൻകർ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല എന്ന് വിചാരിക്കുക. ഓൾ ഓഫ് എ സഡൻ വി ബിക്കം ഡിമോളിഷ്ഡ്. കാരണം എന്താ? ആരുമില്ല വാങ്ങാനായിട്ട്. സോ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് imperfections. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസ്ക് ആണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. The method that calculates the expected monetary gain or loss from a project by discounting all expected future cash inflow and outflow to the present point in time using the required rate of return is net present value, internal rate of return, payback accounting rate of return. The method that calculates expected monetary gain or loss from a project by discounting all expected future cash inflow or outflow. അതായത് നമ്മൾ പലപ്പോഴും പല ബിസിനസ് ആക്ടിവിറ്റീസിലേക്കും പല പ്രൊജക്റ്റുകളും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പല പ്രൊജക്റ്റുകളും ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് we have to think about a particular condition. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ we have to consider the benefit as well as the cost of each and every project. ഓരോ പ്രൊജക്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്തും ആ പ്രൊജക്ട് വരുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണോ ഉണ്ടാകാൻ പോകുന്നത്, അതോ നമുക്ക് ലോസ് ആണോ ഉണ്ടാവാൻ പോകുന്നത്. we should have a tabulated figure with respect to that. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെ, what is the benefit as well as the cost. അതിനെയാണ് ശരിക്കും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. ജാൻ ടിംപർഗൻ ആണ് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. വി ആർ മേക്കിംഗ് an assimilation with respect to the particular projects
നെറ്റ് പ്രസന്റ് വാല്യൂ. എന്താ നെറ്റ് പ്രസന്റ് വാല്യൂ? അതായത് ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത് ആ പ്രൊജക്ടിന്റെ ഇന്നത്തെ മൂല്യം എത്രയാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 2025 ആ പ്രൊജക്ട് വരാൻ പോകുന്നതെങ്കിൽ ഐ ആം ജസ്റ്റ് തിങ്കിങ്, ഞാനിപ്പം 2024 ഞാൻ ഈ പ്രൊജക്ട് വെൻ ഇറ്റ് ഇസ് ബീയിങ് ഇനീഷ്യേറ്റഡ് ഫ്യൂച്ചറിൽ സേ ഫോർ എക്സാമ്പിൾ 2025 ആവുമ്പോഴേക്ക് വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? സേ ഫോർ എക്സാമ്പിൾ 1 കോടിയാണ് എനിക്ക് ബെനിഫിറ്റ് റിസീവ് ചെയ്യാനായി പോകുന്നത്. സോ ദാറ്റ് ഇസ് ഗുഡ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായി പറ്റൂലേ? കാരണം എനിക്കറിയാം ഫ്യൂച്ചറിൽ ഐ എം ഗോയിങ് ടു റിസീവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ബെനിഫിറ്റ്സ് എന്നതിനെ കുറിച്ച്. സപ്പോസ് സേ ഫോർ എക്സാമ്പിൾ എനിക്ക് 2025 ഇപ്പം ഞാൻ ഈ പ്രൊജക്ട് ഇനിഷ്യേറ്റ് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1 കോടിയാണ് ചെലവ്. 2025 ആകുമ്പോൾ എനിക്ക് 50 ലക്ഷം മാത്രമായിരിക്കും ആ പ്രൊജക്റ്റിൽ നിന്നും വരുമാനമായിട്ട് കിട്ടാൻ പോകുന്നത്. സോ ഇതൊരു കമ്പാരിസൺ ആണ്. വി ആർ മേക്കിംഗ് എ കമ്പാരിസൺ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊജക്ട് ടുഡേ ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ വാല്യൂ അല്ലെ. 2024 2025 വെച്ച് ഐ ആം മേക്കിംഗ് എ കമ്പാരിസൺ. അല്ലെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ടാ പറയാ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ് ഫ്രണ്ട്സ്? യെസ്, നെറ്റ് പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. According to the capital asset pricing model, a security's expected return is equal to the risk-free rate plus a premium. According to the capital asset pricing model, a security's expected return is equal to the risk-free rate plus a premium. Based on the systematic risk of security, based on the unsystematic risk of security, based on the total risk of the security, based on the beta risk of the security. So, according to capital asset pricing model, capital asset pricing model പ്രകാരം ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു അസറ്റ് അല്ലെങ്കിൽ വാല്യൂസിന്റെ അതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ആ പ്രീമിയം എന്നാ പറയുന്നത്. നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള റിസ്കി സിറ്റുവേഷൻസ് എന്ന് പറയുന്നതും അവിടെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ദിസ് വുഡ് കം ഇൻ ദിസ് മാനർ എന്നതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ റിസ്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ വി ആർ ജസ്റ്റ് അദറിംഗ് ടു ഹൗ വി ആർ പ്രൊസീഡിങ് എന്നുള്ളത്. സോ ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് എ സിസ്റ്റമാറ്റിക് റിസ്ക്. അതായത് നമ്മൾ ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ നടത്തുന്നത് കൊണ്ടോ ബേസിക്കലി എന്താണ് നോർമലി ഇൻകർ ചെയ്യുന്ന റിസ്കിനെയാണ് എന്തായിട്ട് പറയുന്നത്? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഒരു പിടി കുറവും ഇല്ല, ഒരു പിടി കൂടുതലും ഇല്ല. നോർമൽ കൺസിഡറേഷനിൽ തന്നെയാണ് വരുന്നത്. ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസിന്റെ മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും there is an element of a risk which is normally adhering to that. Next question, the return on capital employed shows the combined effect of net profit ratio and inventory turnover ratio, operating ratio and net profit ratio, net profit ratio and capital turnover ratio, gross profit ratio and capital turnover ratio. Return on capital employed ഒരു പെർട്ടിക്കുലർ ബിസിനസ് സെക്ടറിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വി നീഡ് ടു യൂസ് അവർ റിസോഴ്സസ് ഇൻ ആൻ എഫിഷ്യന്റ് മാനർ അല്ലെ. നമുക്കറിയാം നമ്മളുടെ ഒരു എക്കണോമിന്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലെ. ആൻഡ് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഈ റിസോഴ്സസിനെ സപ്പോസ് നമുക്ക് ആംബിൾ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായി സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ റിസോഴ്സസിനെ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് ഇംപെർഫെക്ഷൻസ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ് അല്ലെ. അപ്പൊ അത് എന്തിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കൂട്ടിയാലാണ് ആ റിസോഴ്സ് എഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക ചോദിച്ചത്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അവിടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കമോഡിറ്റി വിൽക്കുന്ന സമയത്ത്, അതായത് സെല്ലിംഗ് നടത്തുന്ന സമയത്ത്, നമ്മൾ ഒരു കമോഡിറ്റി വിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റിനെയാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 10 രൂപയാണ് ആയത്.
10 രൂപയ്ക്ക് തന്നെ ഈ കമോഡിറ്റി ഞാൻ മാർക്കറ്റിൽ വിറ്റാൽ എനിക്ക് എന്തില്ല, ലാഭമൊന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ 10 രൂപയ്ക്ക് പകരം ഞാന് ഒരു മാർജിനും കൂടെ ആഡ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ 2 രൂപയും കൂടെ ആഡ് ചെയ്യുന്നു. സോ ഐ എം സെല്ലിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ഫോർ ₹12. സോ 2 ഇസ് മൈ ആഡഡ് അഡ്വാൻറ്റേജ് അല്ലെ. അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് എന്താണ്, എന്റെ ഒരു പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പം ഈ പെന്ന് വിൽക്കുന്നത് 12 രൂപയ്ക്ക്, ഈ പെന്ന് വിറ്റത് കൊണ്ട് എന്റെ ലാഭം 2 രൂപ. അതിനെയാണ് ഫ്രണ്ട്സ് എന്തായി വിളിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി ഈ പെന്ന് ഞാൻ വിൽക്കുന്നു, വിറ്റിട്ട് അതിന്നുണ്ടാക്കുന്ന ലാഭത്തിനെയാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 1 കോടി രൂപ ഞാൻ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് എംപ്ലോയ് ചെയ്യുന്നത്. ഞാൻ 1 കോടി രൂപ ഇട്ടിട്ട് 2 കോടിയുടെ അല്ലെങ്കിൽ 3 കോടിയുടെ 4 കോടിയുടെ ഒക്കെ റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ടോ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ എന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ച് ആം ഐ ഏബിൾ ടു ജനറേറ്റ് ഇനഫ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതാണ് ക്യാപിറ്റൽ എന്താണ്, ഓക്കെ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Dash model states that the value of a company's shares is sustained by the expectation of future dividends. The dividend valuation model, the Gordon growth model, MM theory, modified MM theory. Dash model states that the value of a company's shares is sustained by the expectation of future dividends. ഫ്യൂച്ചർ ഡിവിഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്തിന്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് മോഡലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഏത് മോഡലാണ് വരുന്നത്? ഓപ്ഷൻ യെസ്, എല്ലാവരും ആൻസർ പറയാ. പോസ്റ്റ് ചെയ്ത ആൻസർ, നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ പറയുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഡിവിഡന്റ് വാല്യുവേഷൻ മെത്തേഡ് ആണ് വരുന്നത്. അവിടെ എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡിവിഡന്റിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ ഡിവിഡന്റിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിവിഡന്റ് വാല്യുവേഷൻ മോഡലില് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. Debt financing is a cheaper source of finance because of time value of money, rate of interest, tax deductibility of interest, dividends not payable to lenders. Debt financing is a cheaper source of finance because time value of money ആണ്, tax rate of interest, tax deductibility of interest, dividends not payable to lenders. ഇത് ഞങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ഞങ്ങൾ കാൻഡിഡേറ്റ്സിന്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡെപ്റ്റ് ഫിനാൻസിങ് ഉണ്ട് അല്ലെ. അതായത് നമുക്ക് കടം എടുക്കാൻ ഒരു പെർട്ടിക്കുലർ ബിസിനസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കടം എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ കടം എടുക്കുന്ന സമയത്ത് ആ കടമെടുത്ത എമൗണ്ട് തിരിച്ചടക്കണം അല്ലെ. അപ്പൊ എന്തായാലും എന്താ, ഇൻട്രസ്റ്റ് വരും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ കടം മേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ കടം മേടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തേ മതിയാവുള്ളൂ, എനിക്ക് ആ വ്യക്തിക്ക് എന്ത് പേ ചെയ്യണം, ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പൊ എന്റെ കയ്യിലുള്ള എമൗണ്ട് കുറയാണ് ചെയ്യുന്നത് അല്ലെ. 1 ലക്ഷം എന്റെ കയ്യിലുണ്ട്, ഞാൻ 1 ലക്ഷം ബോറോ ചെയ്യുന്നു. ഇനി എന്താണ്, ആ ഇത് കൊണ്ട് ഞാൻ ബിസിനസ് നടത്തി, എന്റെ കയ്യിലുള്ള പൈസയിൽ കുറച്ച് എമൗണ്ട് എടുത്ത് ഐ എം പേയിങ് ഓഫ് എന്താണ്, ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എനിക്ക് ടാക്സ് കുറച്ച് കിട്ടും. അപ്പൊ എല്ലാവരും എന്തിനാ പോണത്, ഡെപ്റ്റ് ഫിനാൻസിങ്ങിന് പോകും. പക്ഷേ ഒരു പുതിയതായി കമൻസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവർ ഇക്വിറ്റിയിലേക്കായിരിക്കും പോകുന്നത്. കാരണം അവർക്ക് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ ഇതിനെ കുറിച്ചൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഫ്യൂച്ചർ ഇസ് ക്വൈറ്റ് അൺപ്രൊഡക്റ്റീവ് അല്ലെ. JM കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട് ഇൻ ഫ്യൂച്ചർ വി ഓൾ ആർ ഡെഡ് എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോണത്, ഫ്യൂച്ചറിൽ എന്ത് മാനറാ വരാൻ പോണത് നമുക്ക് ഒരിക്കലും പറയാനായിട്ടോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടോ സാധിക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സിന്റെ ഒരു സ്ലാബ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഓപ്ഷൻ സി ശരിയായ ഉത്തരമായിട്ട് മാറുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. Which of the following statements are correct?
Staff manager is authorized to direct the work of a subordinate and is responsible for accomplishing the organization's task. Staff authority gives a manager right to advise other managers or employees. Controlling labor cost is one of the primary responsibilities of line managers. Yes, എന്താ അവിടെ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സ്റ്റാഫ് അതോറിറ്റി ഗിവ്സ് എ മാനേജർ റൈറ്റ് ടു അഡ്വൈസ് അതർ മാനേജേഴ്സ് ഓർ എംപ്ലോയീസ്. അത് കറക്റ്റ് ആണ് അല്ലെ. കൺട്രോളിംഗ് ലേബർ കോസ്റ്റ് ഇസ് വൺ ഓഫ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ലൈൻ മാനേജർ. വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ലേബർ കോസ്റ്റ് നമ്മൾ വാരിക്കോരി സപ്പോസ് എന്ത് ചെയ്യാണ്, ലേബേഴ്സിന് പേയ്മെന്റ് നടത്തുകയാണ്, എന്നാൽ അവരുടെ പെർഫോമൻസ് അത്രത്തോളം ഇല്ലെങ്കിൽ അതിനെന്താ ഒരു ഗുണം ഉണ്ടാവുക? ഉണ്ടാവില്ല അല്ലെ. ഇറ്റ് വോണ്ട് വർക്ക്. ആദ്യത്തേത് എന്താ? സ്റ്റാഫ് മാനേജർ is authorized to direct the work of a subordinate and is responsible for accomplishing the organization's task. ആണോ? അല്ല. കാരണം സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ഫങ്ഷണൽ മാനേജേഴ്സ് ആണ്. എല്ലാവർക്കും എല്ലാ ഏരിയയിലും എന്തുണ്ട്? ഡ്യൂട്ടി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ആ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുകളിൽ അസൈൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. So as a result, that won't be your correct answer. Option 2 and 3 will be your right answer. Moving on to the next question of today's discussion. A machine operator is injured while working with heavy machinery, leading to a temporary disability that prevents them from working for 5 days. According to the Workmen's Compensation Act 1923, which of the following most accurately outlines the employer's liability in this case? ഒരു മെഷീൻ ഓപ്പറേറ്റർ ഉണ്ട്. മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് എന്തായി? ഒരു ഇഞ്ചുറി സംഭവിച്ചു. അപ്പൊ കുറച്ചു കാലത്തേക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു 5 ഡേയ്സിലേക്ക്, 5 ഇയർ അല്ല 5 ഡേയ്സിലേക്ക് അദ്ദേഹത്തിന് ജോലിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോമ്പൻസേഷൻ ആക്ട് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള എംപ്ലോയീസിന് പലതരത്തിലുള്ള ഓപ്ഷൻസ്, പ്രൊട്ടക്ഷൻസ്, സ്കീംസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് 1923 കീഴില് എന്തൊക്കെയാണ് അവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. എംപ്ലോയർ ഇസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ആസ് ദ ഓപ്പറേറ്റർ മിസ് മോർ ദാൻ 3 days of work due to injury. The employer is not liable to pay compensation as the injury did not result in permanent disablement. Employer is not liable to pay compensation as the operator did not miss more than 7 days of work due to injury. The employer is not liable to pay compensation because the injury was temporary. No. ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. കാരണം എന്താണ്? എന്തായാലും അത് കാരണം ആ റൂൾ അല്ലെങ്കിൽ ആ മെക്കാനിസത്തിന്റെ കീഴില് വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട്. അതായത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊടുത്തേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതല്ല അല്ലെ, മറിച്ച് അദ്ദേഹം എന്താണ്? കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കമ്പനിയിൽ എംപ്ലോയ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്. സോ ആസ് എ റിസൾട്ട് ഹി മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദാറ്റ്. അടുത്ത ചോദ്യം, which of the following criticism is incorrect related to forced distribution method? It damages morale of employees by placing them in lower rating category as they may feel demotivated and disengaged. Does not produce relative rating for pay rise. Force ranking measure use subjective assessment to grade the employee, which make it challenging to meaningfully differentiate employees. Only one is correct. Both 1 and 3 are correct. Only 2 is incorrect. All are correct. എന്താ അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. which one is incorrect എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൺലി 2 is incorrect. എന്താ ചോദിച്ചേ? It damages morale of employees. ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അതായത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കമ്പൽസറി മെക്കാനിസം വെച്ച്, അതായത് എംപ്ലോയീസിന് ഒരു ഫ്രീഡം കൊടുക്കേ, അവർക്ക് ഒറിജിനേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഒന്നും കൊടുക്കാതെ വി ആർ ജസ്റ്റ് ഫോഴ്സിങ് ദം ടു വർക്ക്. അതാണ് ബേസിക്കലി അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ ബേസിക്കലി എന്താണ് വരുന്നത്? ഡാമേജസ് മോറൽ ഓഫ് എംപ്ലോയീസ്. അത് കറക്റ്റ് ആണ് അല്ലെ. കാരണം എന്താ? ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലേബറേഴ്സിന് എന്ത് ചെയ്യാനും പറ്റില്ല, വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല അന്തരീക്ഷമില്ല. ബിക്കോസ് വി ആർ ജസ്റ്റ് ഫോഴ്സിങ് ദം ടു വർക്ക്. Does not produce a relative rating
for pay rise. അത് കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഉള്ളത് കൊണ്ട്, അതായത് ഇതൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ആൻസർ കറക്റ്റ് ആണ്, കാരണം നമ്മളോട് ചോദിച്ചത് ഇൻകറക്റ്റ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റിലും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഇവിടെ ഇറ്റ് പ്രൊഡ്യൂസ് റിലേറ്റീവ് റേറ്റിംഗ് ആണ് വരുന്നത്. അതായത് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാനുണ്ട്, വേറൊരു വ്യക്തി ഉണ്ട് എന്ന് വിചാരിക്കാം. ഐ ആം ഫോഴ്സ്ഡ് ടു ഡു എ പെർട്ടിക്കുലർ ടാസ്ക് ആൻഡ് ഐ ആം റെഡി ടു ഡു ദാറ്റ്. എന്റെ മേലെ ഒരാൾ ഫോഴ്സ് ചെയ്യാണ്, യു ഷുഡ് ഡു ദാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാവുമ്പോ അവരെന്ത് വിചാരിക്കും? മാനേജ്മെന്റ് എന്ത് വിചാരിക്കും? വാവ്, സൂപ്പർ, ഞങ്ങള് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എല്ലാവരും പറ്റത്തില്ലെന്ന് പറഞ്ഞു, ബട്ട് ദിസ് പെർട്ടിക്കുലർ എംപ്ലോയി പറഞ്ഞു ഷീ ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞു അല്ലെ. സോ ഷീ വിൽ ഗെറ്റ് പെയ്ഡ് ഫോർ ദാറ്റ്. അപ്പൊ അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഡസ് നോട്ട് ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് ഇൻകറക്റ്റ് ആയി മാറിയത്. Forced ranking measure use subjective assessment to grade employees, which makes it challenging to meaningfully differentiate employees. അതും കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 2 രീതിയിലാണ് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്. ഒബ്ജക്റ്റീവ്ലിയും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും, സബ്ജക്റ്റീവ്ലിയും നമുക്ക് മെഷർ ചെയ്യാം. ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കൺസിഡറേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചറും വെക്കാതെ ജനറൽ ആയിട്ട് നമ്മൾ ഒരു കൺസിഡറേഷൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് വളരെ കൺസേൺഡ് ആയിട്ട് ഇന്ന വ്യക്തി ഓരോ ഇൻഡിവിജ്വൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സപ്പോസ് വി ആർ ഗോയിങ് ഫോർ ആൻ അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ദാറ്റ് ഈസ് സബ്ജക്ടിവിറ്റി. സബ്ജക്റ്റുകൾ എന്ന് ഓർത്താൽ മതി, ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ഇത് തെറ്റാണ്, നമ്മളോട് ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. സോ ഓപ്ഷൻ 2 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 regarding the representation of parties in a dispute, which of the following accurately outlines the entitlements of a workman who is a party to an industrial dispute? A workman can be represented by any member of the executive or other office bearer of a registered trade union of which he is a member. If the workman is not a member of any trade union, he can be represented by any workman employed in the same industry authorized in the prescribed manner. A workman can be represented by a member of the executive or other office bearer of a federation of trade union, regardless of whether his trade union is affiliated to it. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പ്രകാരം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് representation of parties in a dispute, which of the following accurately outline the entitlements of a workman. ഒരു ബേസിക്കലി എന്താ വെച്ചാൽ ഒരു ലേബർ ഉണ്ട്, ആ ലേബർ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഒരു ക്ലാഷ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു വിചാരിക്കുക, വി കോൾ ഇറ്റ് ആസ് ആൻ ഏരിയ ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ബേസിക്കലി എന്തെല്ലാം ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിന്റെ അകത്ത് വരുന്നത് എന്നാണ് ചോദിച്ചത്. A workman can be represented by any member of the executive or other office bearer of a registered trade union of which he is a member. If the workman is not a member of any trade union, he can be represented by a workman employed in the same industry. Workman can be represented by the member of executive or other office bearer of federation of a trade union. യെസ്, 3ഉം കറക്റ്റ് ആണ് വരുന്നത് അല്ലെ. ഒരു എംപ്ലോയി എന്ന് പറയുന്ന സമയത്ത് ഒന്ന് എന്താകാം, ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലെങ്കിൽ ഒരു ഓഫീസർ, അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ആ ഓഫീസർ ട്രേഡ് യൂണിയനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ രജിസ്റ്റർ ചെയ്തത് പ്രകാരം ഇദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലെങ്കിൽ വർക്ക്മാൻ അല്ലെങ്കിൽ ഒരു ലേബർ ഇപ്പൊ തൽക്കാലം ട്രേഡ് യൂണിയനിലെ മെമ്പർ ഒന്നുമല്ല, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്പർ ആകാനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഓക്കെ. ഇനി ലേബർ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രേഡ് യൂണിയനിലും മെമ്പർ അല്ല, പക്ഷെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള എക്സിക്യൂട്ടീവ്, അതായത് ഒരു പെർട്ടിക്കുലർ മെമ്പർ, ഇവിടെ ഏത് മെമ്പർ ആയാലും മതി, ഇവിടെ ഒരു പെർട്ടിക്കുലർ മെമ്പർ, ഇപ്പൊ ഞാൻ ക്ഷണിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. മാത്രല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നതിൽ ട്രേഡ് യൂണിയൻസ് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻസ് ഇടപെടുന്നില്ല, കാരണം ഞങ്ങൾ അതിൽ രജിസ്റ്റേർഡ് അല്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, okay, if you are interested, you can definitely claim that നിങ്ങൾക്ക് അതിൽ എന്താവാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ ഡി വിൽ ബി യുവർ റൈറ്റ് ആൻസർ.
We are moving on to the next question. Philip Kotler defines various demand states. Consider the following examples of product demand in India. Spotify users subscribe to the premium service to avoid listening to ads, which they find intrusive and disruptive during their music experience. A state government offers highly subsidized green materials to build a sustainable home, but most consumers are unaware of the program or its benefit. State transport buses are consistently overcrowded with more passengers than available seats. Restaurants serving traditional food experience a decline in demand as younger consumers shift their preferences towards Western cuisines. Which of the following options are demand state? For example, ഡിമാൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഫസ്റ്റ് വൺ നെഗറ്റീവ് ഡിമാൻഡ്, നോൺ എക്സിസ്റ്റന്റ് ഡിമാൻഡ്, ഫുൾ ഡിമാൻഡ്, ഇറഗുലർ ഡിമാൻഡ്. First one, latent demand, irregular demand, overfull demand, declining demand. And option C is negative demand, non-existent demand, overfull demand, declining demand. Option D, full demand, unwholesome demand, overfull demand, latent demand. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ആദ്യത്തത് എന്താ? സ്പോട്ടിഫൈ യൂസർ സബ്സ്ക്രൈബ് ടു ദ പ്രീമിയം സർവീസ് ടു അവോയ്ഡ് ലിസണിംഗ് ടു ആഡ് വിച്ച് ദേ ഫൈൻഡ് ഇൻട്രൂസീവ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് എന്നാ പറയുന്നത് അല്ലെ. അതായത് സ്പോട്ടിഫൈ യൂസേഴ്സ് ആഡ്, അതായത് ബേസിക്കലി അവർക്ക് ഈ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് ആഡ് വന്നാൽ, നമുക്കിപ്പോ യൂട്യൂബിൽ തന്നെ നമ്മൾ ആഡ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അധികം ഒരു എന്താ പറയുക, ഒരു കൺജക്ഷൻ ആണ് അവിടെ ബേസിക്കലി വരാനുള്ള സാധ്യത ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ അതൊന്ന് അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഡിമാൻഡ് എന്നാണ് അതിനെ ബേസിക്കലി പറയുന്നത്. അതായത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് കൺസിഡറേഷനിലാണ് പറയുന്നത്? ഒരു നെഗറ്റീവ് സെൻസിലാണ് അവിടെ ബേസിക്കലി അവിടെ അതർ ചെയ്യുന്നത്. അടുത്തത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ദേ ഓഫേഴ്സ് ഹൈലി സബ്സിഡൈസ് ഗ്രീൻ മെറ്റീരിയൽ, അതായത് എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ആ ഡിമാൻഡിനെ നോൺ എക്സിസ്റ്റന്റ് ഡിമാൻഡ്, നമ്മൾ അറിയുന്നില്ല അല്ലെ, നമുക്ക് അറിയില്ല കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് എന്താ, അതിന്റെ ഗുണം എന്താ, അതിനെ കുറിച്ച് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട്, വി ആർ നോട്ട് അഡയറിംഗ് ടു ദാറ്റ്. അങ്ങനെയാണെങ്കിൽ there comes നോൺ എക്സിസ്റ്റന്റ് ഡിമാൻഡ്. അടുത്ത എന്താ? സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സസ് ആർ കൺസിസ്റ്റന്റ്ലി ഓവർ ക്രൗഡഡ് വിത്ത് മോർ പാസഞ്ചേഴ്സ് ദാൻ അവൈലബിൾ സീറ്റ്സ്. പലപ്പോഴും ഓവർ ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ, ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ ഓവർ ആയിട്ട്, അതിനെയാണ് ഓവർ ഫുൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ബസ് മറിയുക, അതുപോലെ തന്നെ പല പല സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് അല്ലെ. ഇത് നമ്മളുടെ മാർക്കറ്റ് സിറ്റുവേഷൻസിലും ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത എന്താ? റെസ്റ്റോറന്റ് സർവിംഗ് ട്രഡീഷണൽ ഫുഡ് എക്സ്പീരിയൻസ് എ ഡിക്ലൈനിങ് ഡിമാൻഡ് ആസ് യങ്ങർ കൺസ്യൂമേഴ്സ് ഷിഫ്റ്റ് ദെയർ പ്രിഫറൻസ് ടുവേർഡ്സ് വെസ്റ്റേൺ ക്യുസൈൻസ് ആണ് പറയുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഓവർ ദിസ് ഇസ് ഡിക്ലൈനിങ് ഡിമാൻഡ്. അതായത് ഇവിടെ എന്താ? നമ്മുടെ കൺസംഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നതില് മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ ഓപ്ഷൻ സി ഇസ് യുവർ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are true related to market research? Ethnographic research is one of the best method for gathering all necessary insights in a short period of time. Experimental research is designed to elevate a competitive explanation of the findings. Focus group research requires researcher to gather marketing insight by observing unobtrusively as customers shop or consume product. No? അത് എന്താണ്? വരുവോ? എന്താ? ഇല്ല. അപ്പം ഇത് തെറ്റാണ് വരുന്നത്. ഇതും എന്ത് തന്നെയാണ്? ദിസ് ഇസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദിസ് ഇസ് കറക്റ്റ്. എക്സ്പെരിമെന്റൽ റിസർച്ച് വരുന്ന സമയത്ത് വി ആർ ആക്ച്വലി മേക്കിംഗ് ആൻ അസംഷൻസ് എന്നാ പറയുന്നത്. നമ്മളൊരു ടാബുലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ എഫക്ട്, ഒരു പെർട്ടിക്കുലർ പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസിന്റെ എഫക്ട് എങ്ങനെയാ വരുന്നത്, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാ വരുന്നത്, അത് നോക്കാനാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കൂല, ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതേർ ചെയ്യുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഫോക്കസ് എന്ന് പറഞ്ഞാൽ വി ആർ ഫോക്കസിങ് ഓൺ എ സിംഗിൾ വൺ. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു അലൻ ആർ ആൻഡർസൺ, ടു ബി ലേബിൾഡ് സോഷ്യൽ മാർക്കറ്റിംഗ് എ പ്രോഗ്രാം must not apply commercial marketing technology, have as
its bottom line, the influencing of voluntary behavior primarily seek to benefit individuals or families or the broader society and not the marketing organization. So option A ആണ് ഇവിടെ വരുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അലൻ ആർ ആൻഡർസൺ എന്താ പറഞ്ഞേ? സോഷ്യൽ മാർക്കറ്റിങ്ങിന് എന്താ പറഞ്ഞത് എന്ന്. ഓപ്ഷൻ ഫസ്റ്റ് വൺ തന്നെയാണ് എന്ത് തെറ്റായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇത് രണ്ടും എന്താ? ഇത് കറക്റ്റ് ആണ്. ഇതും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനീഷൻസ് ആണ്. ഇത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ട് ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 24th question. Which of the following examples best illustrate the representativeness heuristic in consumer decision making? Consumer buys a product solely because it was featured in a celebrity's social media post, associating the celebrity's popularity with the product value. Consumers tend to view brands with a similar packaging in the same product category as having similar quality and meeting the typical standards of that category. Consumers viewing recent product failure to inflate the likelihood of future product failure and buys a product warranty. Then a consumer or a customer sees a pizza worth rupees 1,500 on the menu and as a result perceives a pizza worth 750 as a good deal even though it's still relative expensive. The right answer ആയിട്ട് വരിക 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. And the right answer is option B ആണ് വരുന്നത്. That is 2. എന്താണ്? Best illustrate representativeness ഹ്യൂറിസ്റ്റിക് ബിഹേവിയർ. എന്താ ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ? ഒരു ഡിസ്കവറി ഓറിയന്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട്, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഡിസ്കവറി മെത്തേഡ്, അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ അക്വയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. സോ ഓപ്ഷൻ ബി ആണ്. കാരണം നോക്കിക്കേ, ഇവിടെ കൺസ്യൂമേഴ്സിന് പുതിയ പുതിയ ബ്രാൻഡ്, അതുപോലെ സിമിലർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മളിപ്പോ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, ആ പ്രൊഡക്റ്റിനെ നമ്മൾ വൈയുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ വി ആർ മേക്കിംഗ് എ കമ്പാരിസൺ ഓവർ there. Next question. Which of the following statements about cultural branding are true? The concept of cultural branding is primarily attributed to Douglas B. Holt. Cultural branding defines a brand as a performer of and container for an identity myth. The most appropriate application of cultural branding is for new fashion and technology. And the right answer is option D ആണ്. 1 and 2 are correct ആണ് വരുന്നത്. ഇവിടെ കൾച്ചറൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞെങ്കിൽ ഫാഷൻ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അപ്ലിക്കേഷൻ ഓഫ് കൾച്ചറൽ ബ്രാൻഡിങ് ഇസ് ഫോർ ന്യൂ ഫാഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാഷനും ടെക്നോളജിയും വരുന്നുണ്ട്, പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യനബിൾ തിങ്. ഓക്കെ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ കൾച്ചറൽ ബ്രാൻഡിങ്ങിന്റെ സബ് തീംസ് ആയിട്ട് നമുക്ക് അവരെ പറയാം, അത്രയും. അടുത്ത ചോദ്യം. Which of the following strategic actions are most appropriate during the decline stage? അതായത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പീക്ക് സ്റ്റേജ് ഉണ്ട് അല്ലെ, അതായത് പ്രോഫിറ്റബിലിറ്റി മാക്സിമം നിൽക്കുന്ന സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡിക്ലൈനിങ് ഫോമാറ്റ് ഉണ്ട് അല്ലെ, അതായത് ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഫോമാറ്റ്. അപ്പൊ ഇതിൽ ഏത് ആക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. Reducing marketing expenditure and shifting resources towards research and development for new product innovations while gradually phasing out underperforming product lines. Adopting a market penetration strategy by lowering prices to attract price sensitive customers, thus extending the life of the product in saturated markets. Utilizing rebranding and repositioning to revive consumer interest. Targeting new demographics and exploring alternative uses for the existing product. Only 1 and 2, only 1 and 3, only 2 and 3, 1, 2, 3. Yes, ഇവിടെ എന്താ വരുന്നത്? Which of the following strategic actions are most suitable? ഇവിടെ ശരിക്കും വരേണ്ടത് എല്ലാം നമുക്ക് സ്ട്രാറ്റജി തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ റൈറ്റ് ആൻസർ ആണ് വരുന്നത്. നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം, മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി നമുക്ക് ആവശ്യമാണ്, അതുപോലെ റീബ്രാൻഡിങ് ആൻഡ് റീപൊസിഷനും നമുക്ക് ആവശ്യമാണ് അല്ലെ. അതായത് സപ്പോസ് നമ്മളുടെ പ്രൊഡക്ട്സിന് എന്തില്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല വിചാരിക്കാം, നമുക്ക് എന്താ ആവശ്യമാണ്, അതെങ്ങനെ നമുക്ക് മാർക്കറ്റില്
ക്വാളിറ്റേറ്റീവായി വിൽക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് മാർക്കറ്റ് ഓർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് ഇസ് ടു ബി ഡെൽറ്റ് വിത്ത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഫോർ ബെഞ്ച് മാർക്കിംഗ് ഇൻ കറക്റ്റ് ഓർഡർ. പ്ലാൻ, ഡിസൈഡ് വാട്ട് ടു benchmark, study others, understand the correct performance, use the findings, learn from the data. Okay, ഇത്രയുമാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ബെഞ്ച് മാർക്കിങ്ങിന്. അതായത് നമ്മളൊരു ബിസിനസ് സെക്ടറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരു ടാർജറ്റ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇന്ന സെയിൽസ് ആണ് ഞാൻ ചെയ്യേണ്ടത്, ഇത്രയാണ് എന്റെ സ്കീം എന്നതിനെ പറ്റി ഒരു ഐഡിയ ഫ്രെയിംവർക്ക് ഉണ്ടാവും. അതിനെ തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യം ബെഞ്ച് മാർക്ക് എന്താ എനിക്ക് ഏൺ ചെയ്യേണ്ടത്, വി ഹാവ് ടു നോ. ഇനി നമ്മളുടെ കറണ്ട് പെർഫോമൻസ് ഇപ്പൊ എങ്ങനെയാ നമ്മൾ വരുന്നത്, ആർ വി അച്ചീവിങ് ആ ടാർജറ്റ് ഓർ നോട്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. ഇനി മറ്റുള്ളവരെ പെർഫോമൻസ് എങ്ങനെയാ, വി ഹാവ് ടു അനലൈസ് ഇറ്റ്. കാരണം മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെക്കാളും പ്രൊഡക്ടിവിറ്റി ഉള്ളവരായിരിക്കും. സോ വി ഷുഡ് നോ ദാറ്റ് ഹൗ ദേ ആർ പെർഫോമിങ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് ലേൺ ഫ്രം ഡാറ്റ. അവരെടുത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താ അവർ അത്രയും പെർഫോം ചെയ്യാൻ കാരണം. വി ഹാവ് ടു അനലൈസ് ഇറ്റ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് യൂസ് ഫൈൻഡിങ്സ്. ആ കണ്ടുപിടിച്ച കാര്യങ്ങള് നമ്മൾ നമ്മളുടെ ബിസിനസ് സെക്ടറിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു അഡെയർ ഇറ്റ് ആൻഡ് വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ DMAIC പ്രോസസ് which of the following combinations of technique and stages incorrectly matched? Design of experiments, improve, value stream map, define, Pareto chart, control, failure mode and effect analysis, analysis. ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പം ഇവിടെ വരുന്നത് DOE മീൻസ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ആണ് വരുന്നത് അല്ലെ. ഇൻകറക്ട്ലി മാച്ച്ഡ് ഏതാണെന്നാണ്, ഓപ്ഷൻ സി ആണ് ബേസിക്കലി വരുന്നത്. ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തതും തെറ്റാണ്, മൂന്നാമത്തതും തെറ്റാണ്. അതായത് പാരറ്റോ ചാർട്ട് ആൻഡ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എറർ ആണ്. അതുപോലെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഇസ് എറർ. Now we are moving on to the next question. Production process has a fixed cost of rupees 1,10,000 per year and a variable cost of rupees 2 per unit. If the selling price of the product is rupees 14 per unit, what is the annual break-even quantity ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അതേ പ്രോസസ് അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഫിക്സഡ് കോസ്റ്റ് ബൈ സെല്ലിംഗ് കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, സെയിം ഫോർമുല. നമുക്ക് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,10,000 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്, ഇവിടെ നമുക്ക് 14 തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 2 തന്നിട്ടുണ്ട്. സോ 1,10,000 by 12 നമ്മൾ ചെയ്യുന്നു. ആൻഡ് വെൻ യു സോൾവ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ സീറോസ് ഒന്നും വിട്ടുപോകരുത് കേട്ടോ. Okay, so when it is divided by 12, you will get the value almost around 9166.67. So 91 ഇതിനെ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട്, കാരണം ഇവിടെ 5 കഴിഞ്ഞല്ലോ, സോ 5 കഴിഞ്ഞ സ്ഥിതിക്ക് you can just round it on to the next one. Okay, now ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ എന്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ ഗിവൺ എ ഫേം ഇസ് ട്രൈയിങ് ടു ഡിറ്റർമൈൻ ദ സെറ്റപ്പ് കോസ്റ്റ് ഓഫ് എ മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ ടു അക്കോമഡേറ്റ് ആൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓഫ് 20 units ഫോർ എ പാർട്ട്. ഫോളോയിങ് ഡാറ്റ ഇസ് അവൈലബിൾ. ഇവിടെ നമുക്ക് ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 20,000 തന്നിട്ടുണ്ട്. ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 15 തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 80 units ആണ് തന്നിട്ടുള്ളത്. ഡെയിലി ഡിമാൻഡ് റേറ്റ് എന്ന് പറയുന്നത് 20 units ആണ്. EOQ എന്ന് പറയുന്നത് 20 units. ആൻഡ് സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്വൈറ്റ് അൺനോൺ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ് തന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് ഓർഡർ കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ഇറ്റ് ഇസ് ബീങ് ഗിവൺ ആസ് 2DS/H ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫോർമുല 2DS, √2DS/H ആണ്. ഡി എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് ആണ്. ആൻഡ് ഇവിടെ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ബീങ് ഗിവൺ ആസ് 20,000 ആണ്. എസ് എന്ന് പറയുന്നത് സെറ്റപ്പ് കോസ്റ്റ്, അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പറഞ്ഞിരിക്കുന്നു സെറ്റപ്പ് കോസ്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ എന്നതിനെ കുറിച്ച്.
ഹോൾഡിംഗ് കോസ്റ്റ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ബീങ് ഗിവൺ ആസ് എത്രയാണ് 15 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോർമുലേനെ ജനറലി നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ എസ് ഇസ് ഈക്വൽ ടു ഇ ഒ ക്യൂ സ്ക്വയർ ഇൻറ്റു എച്ച് ബൈ 2d. ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. സോ വെൻ യു അപ്ലൈ ദിസ് ഫോർമുല, ഇവിടെ ഇ ഒ ക്യൂ എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 20 ആണ്. ദെൻ എച്ച് ഇസ് ഗിവൺ ആസ് 15 ആൻഡ് ഡി ഇസ് ഗിവൺ ആസ് 20,000 ആണ് വരുന്നത്. നൗ അപ്ലൈയിങ് ഇറ്റ് ടു ദ ഫോർമുല, 20 raised to 2 into 15 by 2 into നമ്മൾ ഈ ഫോർമുല ഡിയുടെ വാല്യൂ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് 20,000 എന്ന്. So when you solve this, you will get the value 0.15 and option B will be your right answer. സോ ഇത്രയുമായിരുന്നു നമ്മുടെ മാനേജ്മെന്റിന്റെ ഏരിയയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ. 30 ചോദ്യങ്ങളോളം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ടഫ് ആയിരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു. പൊതുവെ എല്ലാ കാൻഡിഡേറ്റ്സിനും ടഫ് തന്നെയായിരുന്നു. കുറെ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അത് എല്ലാവർക്കും ടഫ് തന്നെയാണ്. അപ്പം ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആ ഒരു എക്സാം ഇനി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ എൻട്രിയിൽ ഓൾറെഡി തന്നെ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇൻഡസ്ട്രിയൽ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് അത് എനിക്ക് തന്നെ ഉള്ളതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നേറുക. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലിസ്റ്റിൽ കാണും എന്ന ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നേറുക. അപ്പം എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. കോഴ്സിനെ കുറിച്ച്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനായിട്ട് താഴെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി അല്ല, ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനിയുമുണ്ട് അവസരങ്ങളെല്ലാം നമുക്ക് വേണ്ടി തന്നെയുള്ളതാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. ആ ഒരു സ്വപ്നമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ആ സ്വപ്നം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥപരമായിട്ട് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടീം എൻട്രി. താങ്ക് യു ഓൾ. ബൈ.